സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പാർട്ടിക്ക് സ്വീകാര്യനായ ആളിനെ ജനങ്ങൾ സ്വീകാര്യമായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇക്കുറിയും CPIക്ക് വട്ടപൂജ്യമാണ്. എന്തു പറയുന്നു? പുതിയ അനുഭവമല്ലല്ലോ, കഴിഞ്ഞവിടത്തെ അനുഭവം ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിണറായി വിജയനാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഇങ്ങനെ പിച്ച് ചീന്തി എറിഞ്ഞാൽ എന്ത് കാര്യമാണ് പിന്നെ ആ പ്രസ്ഥാനത്തിനുള്ളത്? തിരുവനന്തപുരത്തെ വോട്ടേഴ്സ് മാറിയും മറിഞ്ഞെല്ലാം വോട്ട് ചെയ്യാറ്. അവർക്ക് വലിയ ഒരു പ്രൊഫൈലുള്ള ഒരു കാൻഡിഡേറ്റ് വേണം എന്നുള്ളത്. ഇപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയം കുറച്ച് ജാതിയും കുറച്ച് പ്രാദേശികമായ പല താല്പര്യങ്ങളും അതിനകത്ത്. കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ ഇടപെടാത്ത രീതിയിൽ പള്ളികൾ ഇടപെടുന്ന ഒരു മണ്ഡലമാണ്. പണ്ട് പാർട്ടിക്കാർ പറയും കുറ്റിച്ചൂലിന് നിർത്തിയാൽ ജയിക്കുമെന്ന്. ഇപ്പം അങ്ങനെയൊന്നും ഇപ്പം കുറ്റിച്ചൂലൊന്നും കാണാനില്ല. സുരേഷ് ഗോപി ജയിച്ചതിൽ വലിയ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. സുരേഷ് ഗോപി ഒരു വ്യത്യസ്തനായ നിലയിൽ അവിടെ 15 കൊല്ലമായി തോറ്റിട്ടും പലതവണ എന്തരിച്ചിട്ടും അദ്ദേഹം അവിടെ തന്നെ നിന്നു, ജനങ്ങളുമായി ബന്ധപ്പെട്ടു, അവിടുത്തെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടു, പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പം തിരുത്തൽ ശക്തി എല്ലാം പോയി വെറും നോക്കുകുത്തി മാത്രമായി CPI മാറിയില്ലേ? കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് അതെല്ലാം. CPI വേണമെന്ന് പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ മുതലാളിമാരാരെങ്കിലും ഉണ്ട്? ആരുമില്ലല്ലോ. ഞങ്ങളുടെ സീറ്റിൽ ഞങ്ങൾ ഒഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു, സ്വാഭാവികമായിട്ട് ആ സീറ്റ് ഞങ്ങൾക്കുള്ളതാണ്. അതിന് ആരും തരയും വേണ്ട, ആരും കൊടുക്കുകയും വേണ്ട. സിവിൽ സപ്ലൈസ് പുനഃസംഘടിപ്പിക്കണം, അവർക്ക് ആവശ്യമായ കാശ് കൊടുക്കണം, ആളുകൾക്ക് സൗജന്യമായിട്ട് റേഷൻ കൊടുക്കാനുള്ളതാണ്, വില കുറച്ച് കൊടുക്കാനുള്ളത്. അതല്ലേ ആദ്യത്തെ പരിഗണന. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് വന്ന തിരിച്ചടികളിൽ ഒന്ന് അതാണ്. ഇത് തിരുത്തലായിരിക്കും വരിക. മന്ത്രിസഭ അഴിച്ചു പണിയൂ. മന്ത്രിസഭയുടെ ടോട്ടൽ പ്രവർത്തന ശൈലി മാറ്റണം. അത് മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ C. ദിവാകരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ C. ദിവാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇക്കുറിയും CPIക്ക് വട്ടപൂജ്യമാണ്. എന്തു പറയുന്നു? പുതിയ അനുഭവമല്ലല്ലോ, കഴിഞ്ഞവിടത്തെ അനുഭവം ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലേ? ഞങ്ങളൊരു സീറ്റ് കൂടി പ്രതീക്ഷിച്ചു. തൃശ്ശൂരുള്ള സീറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. നല്ല സ്ഥാനാർത്ഥിയും നല്ല ഫൈറ്റും പുട്ടപ്പ് ചെയ്തവിടെ. പക്ഷേ അവസാനം റിസൾട്ട് വന്നപ്പോൾ അതും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, BJP ജയിച്ചു. കേരളത്തിൽ അക്കൗണ്ട് തുറന്നവർ BJP അക്കൗണ്ട് തുറന്നു. അപ്പോൾ അതൊരു വലിയ ആഘോഷമായിട്ട് നടക്കുകയാണ്. കേരളത്തിൽ BJP താമര വിരിഞ്ഞു. താമര നേരത്തെ വിരിയുകയും നേരത്തെ വാടി പോവുകയും ചെയ്തു. അത് നിയമസഭാ സീറ്റിൽ. അതെ. അപ്പോൾ താമര വിരിയണ ആദ്യമായിട്ടല്ല. ഇതിപ്പോൾ പാർലമെൻറ്റിൽ ഒരു സീറ്റ് അവർക്ക് കിട്ടിയെന്നുള്ളത് ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. മറ്റു പല മണ്ഡലങ്ങളിലും BJPക്ക് ഒരു വളർച്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. വലിയ പരിശോധന നടത്തേണ്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഇടതുപക്ഷത്തിന് പരമ്പരാഗത വോട്ടുകളുള്ള മണ്ഡലമല്ലേ? എവിടെ പോയി വോട്ട്? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് കിട്ടിയ വോട്ട് പോലും ഇത്തവണ പന്നിയൻ രവീന്ദ്രന് കിട്ടിയില്ല. അല്ല, തിരുവനന്തപുരം ഒരു പ്രത്യേക പഠിക്കേണ്ട ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. തിരുവനന്തപുരത്തെ വോട്ടേഴ്സ് മാറിയും മറിഞ്ഞെല്ലാം വോട്ട് ചെയ്യാറ്. അവർക്ക് വലിയ ഒരു പ്രൊഫൈലുള്ള ഒരു കാൻഡിഡേറ്റ് വേണം എന്നുള്ളതാണ്. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു വോട്ട് ചെയ്ത് PK വാസുദേവൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, പാർലമെൻറ്റിലെ നേതാവായിരുന്നു, അങ്ങനെ നിന്ന് ജയിച്ചു. അദ്ദേഹത്തെ മരണത്തിന് ശേഷം പിന്നെ അതിൻ്റെ അനുകമ്പയും കോൺഗ്രസിൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾ അപ്പോഴും ജയിച്ചു. അതല്ലാതെ തിരുവനന്തപുരത്തെ മഹാന്മാരാര് നിന്നാലും ONV സാറിൻ്റെ അനുഭവം അതാണ്. ONV സാറിനെ തോൽപ്പിച്ച ആളിനെ കമ്പയർ ചെയ്താൽ വളരെ കനത്ത തിരിച്ചടിയാണ് അന്നുണ്ടായത്. ഇത് പലപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയം കുറച്ച് ജാതിയും കുറച്ച് പ്രാദേശികമായ പല താല്പര്യങ്ങളും അതിനകത്ത്. കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ ഇടപെടാത്ത രീതിയിൽ പള്ളികൾ ഇടപെടുന്ന ഒരു മണ്ഡലമാണ്. അത് ലത്തീൻ കത്തോലിക്കയും
എല്ലാ മാസവും. ആ മേഖലയിലൊന്നും ഇടതുപക്ഷത്തിന് ഇടിച്ച് കയറാൻ പറ്റാത്ത എന്താ? ആ മേഖലകളിൽ കയറേണ്ടതാണ്, പക്ഷെ കയറാൻ പറ്റുന്നില്ല. അതൊക്കെ പരിശോധിക്കണം, പഠിക്കേണ്ടതാണ്. മാത്രമല്ല ഇവിടെ പിന്നെ പന്ന്യൻ രവീന്ദ്രനും മറ്റ് സ്ഥാനാർത്ഥികളുമായിട്ടുള്ള അന്തരം 1,00,000-നും അവിടെ അടുത്താണ്. അല്ല, അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരാളുടെ ഇത്രയും ഒരു വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ വിചാരിച്ചപ്പോൾ ഞാനായതുകൊണ്ടാണ് വോട്ട് ജയിക്കാത്തത്, പുതിയ സ്ഥാനാർത്ഥിയാകുമ്പോൾ ജയിക്കുമല്ലോ എന്ന് കരുതി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളും, ഇതിനകത്ത് ജയിച്ചവരും തോറ്റവരുമായിട്ട് എല്ലാ പാർട്ടികളും ജനങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ. ജനങ്ങളുടെ പൾസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും അറിയാതായോ ഇപ്പം? അതെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ജനങ്ങളുടെ പൾസ് പിടിക്കുന്നത്. പണ്ട് ഞാൻ പറഞ്ഞു കേട്ടതാണ്, 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നതിൻ്റെ സാഹചര്യത്തിൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എം.എൻ. ഗോവിന്ദൻ നായർ പറഞ്ഞു, നമ്മൾ മന്ത്രിസഭ രൂപീകരിക്കാൻ പോവുകയാണ്, മന്ത്രിമാരെ തീരുമാനിക്കണം, അടിയന്തരമായ സ്റ്റേറ്റ് കമ്മിറ്റി കൂടണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എം.എൻ.നെ കളിയാക്കി. പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ കമ്മിറ്റി കൂടി മന്ത്രിമാരെ തീരുമാനിച്ചു, EMS-നെ കൊണ്ടുവന്ന് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജനങ്ങളുടെ പൾസ്, പ്രത്യേകിച്ച് എം.എൻ. അതെ, ഇലക്ഷനെ പറ്റി നല്ല തറവുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പോലും തിരുവനന്തപുരത്ത് പാർലമെൻറ്റിൽ തോറ്റുപോയി. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പിന് ശേഷവും ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിക്കേണ്ട ജാഗ്രത സ്വീകരിക്കുന്നില്ല. ഇല്ല, തിരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് പോലും ഇല്ല. ഏതെങ്കിലും ഇപ്പം പണ്ട് പാർട്ടിക്കാർ പറയും കുറ്റിച്ചൂലിന് നിർത്തിയാൽ ജയിക്കുമെന്ന്. ഇപ്പം അങ്ങനെയൊന്നും, ഇപ്പം കുറ്റിച്ചൂലൊന്നും കാണാനില്ല. ഇപ്പം ജനങ്ങൾ അവരെ അസസ് ചെയ്ത്, അവർ ക്യാരക്ടർ നോക്കി, അയാളുടെ ഇടപെടൽ നോക്കി, അയാളുടെ പാരമ്പര്യം നോക്കി, അയാളുടെ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ, കഴിവുണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ, ഇതെല്ലാം പണ്ടിതൊന്നും നോക്കില്ല. പാർട്ടിക്കാർ ആളിനെ ചൂണ്ടിക്കാണിച്ചാൽ വോട്ട് ചെയ്യുന്നത്, ആ വോട്ടേഴ്സ് പോയി, ആ കാലവും കഴിഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മണ്ഡലങ്ങളിൽ ആരാണ് എന്നുള്ളതെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാട് വേണം. അത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ല, പാർട്ടിയുടെ എല്ലാത്തിനും ഉപരി പാർട്ടി ലീഡർഷിപ്പാണ്. പാർട്ടിയുടെ ലീഡർഷിപ്പിനകത്ത് സ്ഥാനാർത്ഥിമാർ ഏത് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥി ഫിറ്റായിരിക്കണം, എങ്ങനെ നമുക്ക് ജയിപ്പിച്ചെടുക്കാം, അങ്ങനെ ഒരു ധാരണയില്ലാതെ സമ്മർദ്ദങ്ങൾക്കും അഭീഷ്ടങ്ങൾക്കും അനുസരണമായ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സാഹചര്യം വന്നാൽ അത് ജനങ്ങൾ അംഗീകരിക്കില്ല. പാർട്ടിക്ക് സ്വീകാര്യനായ ആളിനെ ജനങ്ങൾ സ്വീകാര്യമായിരിക്കില്ല. ജനങ്ങളുടെ പൾസ് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതിനെതിരായിട്ട് പാർട്ടി നേതൃത്വങ്ങൾ ചിന്തിക്കുന്ന കാലമല്ലേ? അങ്ങനെ പറയാറായിട്ടില്ല, അത് കുറച്ചുകൂടി കഴിയാതിരിക്കുക. മട്ടമായിട്ട് പറയാമെന്നാണോ? ജനങ്ങളെ ചിന്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പാർട്ടി ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തിരിച്ചടിയൊക്കെ ഉണ്ടായപ്പോഴതൊരു വലിയ ഒരു പഠനത്തിന് എല്ലാവരും തയ്യാറാവുകയാണ്. അല്ല, എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു തിരിച്ചടി പറ്റിയത്? ഇതങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെ നിങ്ങൾ മാധ്യമക്കാരൊന്നും പറയണ്ട. കാരണം അല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു? ഭരണവിരുദ്ധ വികാരം, പിന്നെ നരേന്ദ്രമോദിയുടെ ഭരണവിരുദ്ധ വികാരമാണ് ആദ്യം ഇവിടെ പ്രകടമായത്. അല്ല, ഉണ്ടല്ലോ, അത് ഇപ്പോൾ കേന്ദ്രത്തിൽ അവർക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ല, പ്രധാനമന്ത്രി ആദ്യ റൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് പോലും പോയി, കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം ഉണ്ടാക്കിയ രാമക്ഷേത്രം ഇരിക്കുന്നിടത്ത് ഫൈസിയാബാദിൽ വേറെ ആളിലാണ് ജയിച്ചത്. BJP അവിടെ തോറ്റ്, UP-യിൽ BJP പല സീറ്റുകളിലും തോറ്റ്. അതുകൊണ്ട് അതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ തന്നെയാണ് ജനങ്ങൾ. തീർച്ചയായിട്ടും. പക്ഷേ കഴിഞ്ഞ തവണ ഒരു ശബരിമല വിഷയം ഉണ്ടായിരുന്നു. ഇത്തവണ എന്ത് വിഷയമാണുള്ളത് കേരളത്തിൽ? ഇത്തവണ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് CPI കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ
ചർച്ചയായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, വാർത്ത അത് ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമാണ് ഈ പരാജയം എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നില്ല. പല ഘടകങ്ങളിൽ ഒന്ന് ഈ ഭരണവുമാണ്. ഭരണത്തിന് തള്ളിക്കളയുന്നില്ല. സ്വാഭാവികമായും പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് പോകാൻ നേരത്ത് അവരുടെ മനസ്സിൽ കേന്ദ്രത്തിലെ ശക്തമായ ഒരു നേതൃത്വം വേണം, ഭരണം വേണം, ഭരണഘടന സംരക്ഷിക്കപ്പെടണം, മതേതരത്വം നിലനിൽക്കണം. ഇതെല്ലാം അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും വോട്ടേഴ്സ്. അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തം സ്റ്റേറ്റിലെ ഭരണത്തെക്കുറിച്ചുള്ള ചിന്തകളും അനുഭവങ്ങളും ഉണ്ടാവും. ഒരു സമ്മിശ്രമായ വികാരത്തിലാണ് വോട്ടേഴ്സ് ബൂത്തിലേക്ക് പോകുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് പോയി കേന്ദ്രത്തിലേക്ക് അങ്ങ് വോട്ട് ചെയ്യാം, കേരളം മറന്നിട്ടില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളും പോരായ്മകളും പരിമിതികളുമെല്ലാം ജനങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഭരണത്തിൻ്റെ തിരിച്ചടിയല്ല. അതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ടല്ലോ. കേന്ദ്രം കേരളത്തിന് കൊടുക്കേണ്ട സാമ്പത്തികമായ ബാധ്യത ഒന്നും തീർക്കില്ല. അവർ ഇപ്പോഴും കൊടുക്കുന്നില്ല. സുപ്രീം കോടതിയിൽ ഒരു സംസ്ഥാനം ഗവൺമെൻറ് കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ആദ്യത്തെ സംഭവമല്ലേ ആ കേസ് സുപ്രീം കോടതി. അല്ല, അത് ശരിയാണ്. പക്ഷേ അതേസമയം ഇവിടെ ഇപ്പോൾ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഇപ്പം വിദ്യാർത്ഥി സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ക്രൂരമായ മരണം, ഇങ്ങനെയുള്ള എണ്ണി പറയാവുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞു വന്നിട്ടും അതിലൊന്നും ഒരു ശക്തമായ നടപടികൾ കൈക്കൊള്ളാനോ, നവകേരള യാത്ര റോഡിലൂടെ ആൾക്കാരെ ഇപ്പോൾ എതിർ ശബ്ദം പുറപ്പെടുവിക്കുന്നവരെ തല്ലി ഒതുക്കിയിട്ട് അത് രക്ഷാപ്രവർത്തനമെന്ന് പറയുന്ന രീതി, ഇതൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കലല്ലായിരുന്നു? അതിന് കിട്ടിയ തിരിച്ചടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് പോലെ? അല്ല, അത് മാത്രമല്ല, അതൊരു പ്രത്യേക സ്വഭാവമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അത് ഗവൺമെൻറ് മൊത്തത്തിൽ ഗവൺമെൻറ്റിനെ നയിക്കുന്നവരല്ലേ പ്രധാന പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ വരുന്നത്? അല്ല, പ്രധാന പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരും അവരൊക്കെ ഇതിനകത്ത് കക്ഷികളാണ്, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരള ഗവൺമെൻറ് ഇപ്പോൾ രാജേഷ് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളല്ലാതെ വേറെ 1000 ജനക്ഷേമ പ്രവർത്തനങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ ജനങ്ങളുടെ മുമ്പേ വന്ന ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യം. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, ഇങ്ങനെയുള്ള എണ്ണി പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഞാൻ 1-2 കാര്യം പറഞ്ഞില്ല. അത് ഗവൺമെൻറ്റിന് പറ്റിയ വീഴ്ചകളിലൊന്ന് ഈ അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും കൊടുക്കുക എന്ന് പറയുന്ന പോലെ ഈ ആക്ഷേപം എല്ലാം കേട്ടിട്ട് ഇപ്പോൾ പെൻഷനെല്ലാം കൊടുക്കുകയും ചെയ്ത് DAയും കൊടുത്ത് എല്ലാ കാര്യങ്ങളും തീർന്നു. സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ പരാതിയില്ല. അല്ല, DA കൊടുക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. കുടിശ്ശിക കൊടുക്കുമെന്നേ പറഞ്ഞു. ഇപ്പോൾ കൊടുക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം സമയബന്ധിതമായി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റിന് വളരെ വലിയ വിൽ പവർ ഉണ്ടായിരുന്നു. ശക്തമായി നീങ്ങുക. അതാണ് വീണ്ടും ഞങ്ങളുടെ LDF അധികാരത്തിൽ വന്നത്. പക്ഷേ ഇന്ന് ഈ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഈ വാർത്തകളും നിങ്ങളുടെ ചാനൽ ചർച്ചകളെല്ലാം കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇതെല്ലാം ഭാരം കൂടി ഒരാളാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്ന ഒരു ചർച്ച. ഇത് പിണറായി വിജയനാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഇങ്ങനെ പിച്ച് ചീന്തി എറിഞ്ഞാൽ എന്ത് കാര്യമാണ് പിന്നെ ആ പ്രസ്ഥാനത്തിനുള്ളത്? എല്ലാ പോരായ്മകളും പിണറായിയുടെ തലയിൽ വെക്കുകയാണോ? അല്ല, എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലയിൽ എന്തിനാണ് വെക്കുന്നത്? ഇവിടെ 20 മന്ത്രിമാരുണ്ട്, നിരവധി LDFിലെ പാർട്ടികളുണ്ട്, കൂട്ടുത്തരവാദിത്തം ഇല്ല. അവർക്കെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ പരാജയത്തിന്. ഇത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൻ്റെ കുഴപ്പവും മാത്രമല്ല, ഒരു പാർട്ടിയോ മാത്രമല്ല, LDFിന് ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അതായത് ഈ പരാജയത്തിൽ LDFിലെ ഒരു പാർട്ടിക്കും കൈകഴുകാനാവില്ല. ഇല്ല, എല്ലാ പാർട്ടിക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ചെറുതും വലുതുമായ ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റവിചാരണ നടത്തുന്നത് ശരിയായ ഒരു സമീപനമല്ല. എല്ലാ പാർട്ടികളും സ്വയം വിമർശനപരമായി പരിശോധിക്കുന്നതൊക്കെ ഞാൻ പത്രവാർത്ത കണ്ടു. നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ CPIയുടെ തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ പറഞ്ഞ് കേട്ട ഒരു ആരോപണം, CPMൻ്റെ ആൾക്കാർ പൊതുവെ അവസാന റൗണ്ട് ആകുമ്പോഴത്തേക്ക് ഈ BJP ജയിക്കുമെന്നുള്ളൊരു ആശങ്കയിൽ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് മത്സരിച്ചപ്പോഴും അതേ സ്ഥിതി ഉണ്ടായി, ഇപ്പം പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചപ്പോഴും അതേ സ്ഥിതി ഉണ്ടായി. തൃശ്ശൂരിലാകട്ടെ കോൺഗ്രസ് ആരോപിക്കുന്നത് CPMും BJPയും തമ്മിലുള്ള ചില അന്തർധാരകളുടെ ഭാഗമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നാണ്. എന്ത് പറയുന്നു?
അല്ല, തൃശ്ശൂരിൻ്റെ കാര്യം അവർ അഡ്മിറ്റ് ചെയ്തതാണല്ലോ കോൺഗ്രസ്സുകാർ. അവർ തന്നെ പറഞ്ഞല്ലോ 1 ലക്ഷത്തിൽ പരം വോട്ട് ചോർന്ന് പോയി, ഞങ്ങളുടെ വോട്ടാണ് പോയത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോർന്നില്ലേ? മന്ത്രിയുടെ മണ്ഡലത്തിലടക്കം പറഞ്ഞല്ലോ. മന്ത്രിയുടെ മണ്ഡലത്തിൽ കുറച്ച് അത് സ്വാഭാവികം അവിടെ അങ്ങ് കണ്ടപ്പോൾ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ പോയി. അല്ല, അവിടെ ഭൂരിപക്ഷമുണ്ട്, നേരിയ ഭൂരിപക്ഷം. അപ്പോൾ ഇവിടെ തൃശ്ശൂർ നടന്നത് കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ചയാണ് പ്രധാനമായിട്ടും. മാത്രമല്ല, ഈ സുരേഷ് ഗോപി ജയിച്ചതിൽ വലിയ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. സുരേഷ് ഗോപി ഒരു വ്യത്യസ്തനായ നിലയിൽ അവിടെ 15 കൊല്ലമായി തോറ്റിട്ടും പലതവണ എന്തെങ്കിലും അദ്ദേഹം അവിടെ തന്നെ നിന്നു, ജനങ്ങളുമായി ബന്ധപ്പെട്ടു, അവിടുത്തെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടു, പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ജനങ്ങളിൽ തന്നെ മാറി നിന്നതിൻ്റെ ഒരു ചെറിയ മാർജിൻ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതല്ല. അല്ല, CPM BJP ആയിട്ട് അന്തർധാരയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. എനിക്കതൊന്നും തോന്നുന്നില്ല. അങ്ങനെയൊന്നുമുള്ള തിരുവനന്തപുരത്ത് CPM-കാർ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടുമില്ല. അല്ല, CPM-ൻ്റെ വോട്ട് അവർ ഇടതുപക്ഷത്തിന് ചെയ്യും, അല്ലാതെ അവർ മാറുകയും ചെയ്യും. എന്നിട്ടും ഇത്രയും വലിയൊരു ഒരു ഇത്ര മൂന്നാമത് പോയെന്ന് മാത്രമല്ല, ലക്ഷം വോട്ടിന് പിന്നിൽ പോയി. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജാതിയും മതവും തീരവും കരയും ഇതെല്ലാം കൂടി വരുമ്പോൾ തിരുവനന്തപുരം പിടികിട്ടാത്തൊരു പ്രതിഭാസം. ഞാൻ അതോട് തീരുമാനിച്ചല്ലോ, ഞാൻ ഇനി ഇലക്ഷൻ നിൽക്കില്ല തീരുമാനിച്ചു. ഞാൻ എത്ര നഗ്നമായിട്ടാണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജാതി കണ്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ അത്ഭുതമൊന്നുമില്ല. ഇവിടെ ഇടതുപക്ഷം ജയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് തിരുവനന്തപുരത്ത്. LDF അടിയന്തരമായിട്ട് എന്ത് തിരുത്തലാണ് ചെയ്യേണ്ടത്? LDF ഇത് പരിശോധിക്കണം. ഈ വോട്ട് എങ്ങനെ പോയി, ആരാണ് ഇതിന് ഉത്തരവാദി, ആരാ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാർ, എന്താണ് ഇലക്ഷന് മുമ്പ് ഒരു പ്രീ പോൾ പ്രിപ്പറേഷൻ എന്തായിരുന്നു, അത് ഒന്നും ശരിയായിരുന്നില്ല എന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ വളരെ വലുതാണത്. അത് ബൂത്ത് നിലവാരത്തിൽ തന്നെ എത്ര വോട്ടുണ്ട്, ആരാണ് അതിന് ഉത്തരവാദി, പോളിംഗ് അന്ന് ഈ ആളുടെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ എന്താണ് ചുമതല, ആരാണ് ചുമതല, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇടതു മുന്നണിക്കകത്ത് കൂട്ടായ ചർച്ചകളൊന്നും നടക്കുന്നില്ലേ? ഇപ്പോൾ ഇലക്ഷന് ശേഷം നടന്നില്ല. ഇലക്ഷന് മുമ്പ് നടന്നിരുന്നോ കൃത്യമായിട്ട്? അല്ല, ഈ തരത്തിലുള്ള ചർച്ച നടന്നിട്ടില്ല, ഇടയില്ല. കാരണം CPM നല്ല കേഡേഴ്സും നല്ല ഇലക്ഷൻ ടാക്ടീസും എല്ലാം അറിയുന്ന പാർട്ടിയാണ് ഞങ്ങളെക്കാൾ കുറച്ചുകൂടി സ്വാധീനമൊക്കെ ഉള്ള പാർട്ടി എന്നുള്ള നിലയിൽ. പക്ഷെ അവരും ഇത്തവണ അങ്ങനെയുള്ള യാതൊരു കാര്യവും അല്ല, അവരുടെ തന്നെ കേഡർ വോട്ടുകൾ കൊഴിഞ്ഞു പോയി എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് നടത്തിയ വാർത്തകളുണ്ട്. അത് ചിലപ്പോൾ അത് ശരിയായിരിക്കും. എങ്കിൽ പിന്നെ അത് വലിയ അപകടമാണത്. ആ അപകടമാണ് വളരെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ രാജ്യത്ത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് BJPക്കെതിരായി സമരം ചെയ്യുന്നതിൻ്റെ മുഖ്യ പങ്കാളിയാകേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ ചോർച്ച വന്നു എന്നുള്ളത് ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ താങ്കൾ മന്ത്രിസഭയിലുണ്ടായ കാലം വരെ അതിനു മുമ്പുള്ള മുതിർന്ന നേതാക്കളടക്കം CPM-ൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭയിൽ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവണത വന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തിരുത്തൽ ശക്തി എന്നുള്ള ഒരു പേര് CPIക്ക് ഉണ്ടായിരുന്നു. ഇപ്പം തിരുത്തൽ ശക്തി എല്ലാം പോയി വെറും നോക്കുകുത്തി മാത്രമായി CPI മാറിയില്ലേ? കാര്യങ്ങളിൽ തുറന്നു ചോദിക്കാൻ ആർജവമുള്ള നേതാക്കൾ മന്ത്രിസഭയിലും പാർട്ടിയിലും ഇന്നുണ്ടോ? അല്ല, അത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണതെല്ലാം. ഇന്നലകളിലുണ്ടായിരുന്ന നേതാക്കന്മാർ ഇന്നും നാളെയും ഉണ്ടാവണമെന്നില്ല. അത് മാറിയും മറിഞ്ഞൊക്കെ വരും. കഴിഞ്ഞ കാലത്ത് കുറച്ച് കാര്യങ്ങൾ ശരിയായിരിക്കാം. പക്ഷേ ഇത്തവണ ഇപ്പോഴും അതിനാവശ്യമായ ആളുകളെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പല സഖാക്കളും എന്നോട് പറഞ്ഞത്, നമ്മളായിട്ട് വീണ്ടും ഈ മുന്നണിയെ പൊളിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്നോട് എൻ്റെ സ്നേഹമുള്ള പിള്ളേർ വന്ന് അണ്ണൻ ആവശ്യമില്ലാതെ ഉപദ്രവിക്കരുത്, നമ്മുടെ മുന്നണി എങ്ങനെയെങ്കിലും പോട്ട്, അധികാരം നിലനിന്ന് പോട്ടെ എന്നുള്ളതാണ്. ഇങ്ങനെ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തിരുത്തൽവാദി എന്ന് പറഞ്ഞിട്ട് മുന്നണിക്കെതിരായിട്ട് മുന്നണിയിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനം എടുക്കുന്നത് ശരിയല്ലാന്ന് തോന്നിയുകൊണ്ടാണ് അങ്ങനെ. ഇപ്പം തന്നെ രാജ്യസഭാ സീറ്റിൻ്റെ ഒരു തർക്കം പോലെ വന്നിരിക്കുകയാണ്.
കക്ഷി ചർച്ച നടത്തുന്നു. CPI തന്നെ സീറ്റ് വേണമെന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. കിട്ടുമോ CPIക്ക് സീറ്റ്? CPI വേണമെന്ന് പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ മുതലാളിമാരാരെങ്കിലും ഉണ്ട്? ആരുമില്ലല്ലോ. ഞങ്ങളുടെ സീറ്റിൽ ഞങ്ങൾ ഒഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു, സ്വാഭാവികമായിട്ട് ആ സീറ്റ് ഞങ്ങൾക്കുള്ളതാണ്. അതിന് ആരും തരയും വേണ്ട, ആരും കൊടുക്കുകയും വേണ്ട. അല്ലാതെ ജോസ് കെ മാണി വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് ആ സീറ്റ്? അല്ല, അത് ആവശ്യപ്പെട്ട ആർക്ക് ആവശ്യപ്പെട്ടുകൂടാ? വഴി പോണവർക്കെല്ലാം ഈ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടാം. അല്ലാതെ പിന്നെ വരാത്ത കാര്യം ജോസ് കെ മാണിക്ക് വിടാതെ ഇതിനകത്ത് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ജോസ് കെ മാണിക്കുള്ളതുപോലെ കടന്നപ്പള്ളി രാമേന്ദ്രനും സീറ്റ് ചോദിക്കാം. അല്ല, ആശാനുള്ളപ്പോൾ ഇതുപോലൊരു രാജ്യസഭാ സീറ്റ് തർക്കം വന്നപ്പം CPM-നെ വരച്ച വരയും നിർത്തിയായിരുന്നു. അതെ, അതുപോലുള്ള ഒരു ആർജവം ഇപ്പോഴുണ്ടോ പാർട്ടിക്ക്? ഈ വെളിയം പാർക്കവനാര്, നമ്മൾ ഇന്നത്തെ ആളാർ. വെളിയം പാർക്കവൻ ഒരു ലെജൻഡല്ലേ, അതിനെപ്പറ്റി ഒന്നും പറയാൻ കമ്പയർ ചെയ്യാനൊന്നും കഴിയുന്നില്ല. അന്നേരം ഇവിടെ CPI വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള വിശ്വാസമാണോ താങ്കൾക്കുള്ളത്? എൻ്റെ ഞാൻ ആശയവിനിമയം നടത്തിയപ്പോൾ നമ്മുടെ പാർട്ടിയുടെ കേരള നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് വളരെ ഉറച്ച നിലപാടാണ്. യാതൊരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല. അങ്ങനൊരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ മുന്നണിയിൽ അവർ വിട്ടുപോകും, ആരെങ്കിലും വിട്ടുപോകുന്ന കരുതി CPIയുടെ സീറ്റെടുത്ത് അവർക്ക് കൊടുത്തെന്നാൽ വിട്ടു പോകണ്ട, നിങ്ങൾ നിന്നോ എന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. സീറ്റ് അപ്പുറത്തും ഉണ്ടല്ലോ, കൊടുക്കാമല്ലോ. ഇപ്പോൾ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ടിട്ടാണ് ഇപ്പം LDF-ൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തന്നെ പരാജയപ്പെട്ടു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം, അവരുടെ തട്ടകമെന്ന് വിശേഷിപ്പിക്കാവുന്ന കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ ജോസഫ് ഗ്രൂപ്പുമായിട്ടും രണ്ട് കേരള കോൺഗ്രസ്സുകൾ തമ്മിലുള്ള മത്സരത്തിലും അതിദയനീയമായി മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. മധ്യ തിരുവിതാംകൂർ മേഖലയിൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊന്നും LDF-ന് ഈ പാർട്ടി വന്നുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടായിട്ട് കരുതാനും വയ്യ. എന്തു പറയുന്നു? അത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പല സന്ദർഭത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ മാണി കോൺഗ്രസ് വരുന്നതിൻ്റെ ഫലമായി മധ്യ തിരുവിതാംകൂറിൽ LDF-ന് പല സീറ്റുകളും പല സ്വാധീനമെല്ലാം വർദ്ധിപ്പിക്കാൻ കഴിയും. അതും കൂടി വന്നാൽ LDF-ന് മുന്നോട്ട് പോകാൻ പറ്റൂ. ശക്തപ്പെട്ട ഈ മലബാറിൽ മാത്രം കൊണ്ട് നടക്കില്ല. ആ പശ്ചാത്തലത്തിൽ ആ ചർച്ച നീണ്ടു പോയാണ് ഒരു സന്ദർഭം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം CPI ആദ്യം എതിർത്തു. വെളിയമ്പാർക്കും തന്നെ പറഞ്ഞ അവനൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ കൂടെ ഉൾപ്പെടുത്തി ഇടത് മുന്നണിയുടെ കക്ഷിയാക്കി. ജോസ് കെ മാണി സാറ് മരിച്ചുപോയി, ജോസ് കെ മാണി വന്നു. പക്ഷെ ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിച്ചാൽ ആ ഘടക പാർട്ടി വന്നതുകൊണ്ട് ഗണ്യമായ ഒരു നേട്ടവും പ്രകടമായിട്ട് ഇല്ല. ഭാവിയിൽ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ എന്നാലും ഒരു ഘടക പാർട്ടി വന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാട് കാരണം വീണ്ടും തിരിച്ചു പോവുക എന്ന് പറയുന്നതിന് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ പോകുന്നതിന് അവർക്ക് എന്തെങ്കിലും കാര്യമായ കാരണം ജനങ്ങളുടെ മുമ്പേ പറയണം. ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് കരുതി എനിക്ക് തോന്നുന്നില്ല ജോസ് കെ മാണി മുന്നണിയൊന്നും വിടില്ല. മുന്നണി വിടാൻ പറ്റില്ല. അല്ല, മുന്നണി വിടില്ല എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ CPIക്ക് കിട്ടേണ്ട കാര്യങ്ങളിലെല്ലാം CPIയെക്കാട്ടിൽ ഞങ്ങളാണ് വലിയ പാർട്ടി എന്നുള്ളൊരു ചിന്ത അവർക്കിടയിലുണ്ട്. അതവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. CPIക്ക് മുകളിലാണ് മാണിയുടെ പാർട്ടി ആരെങ്കിലും അംഗീകരിക്കുകയാണ്. വേറൊരു കാര്യം, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 വർഷം കൂടെ ഉള്ളൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഈ വർഷത്തേക്ക് നിർത്തണം, ഈ വർഷത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ളൊരു വാദമുണ്ട്. അതിനോട് CPIയുടെ ഒരു നിലപാടെന്താ? താങ്കളെപ്പോലെ ഒരു മുതിർന്ന നേതാവ് അതിനെ എങ്ങനെയാണ്? അല്ല, അത് ഒരു അപകടമാണ്. അങ്ങനെയുള്ള ഒരു, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചിന്ത മറ്റു വിഭാഗങ്ങൾക്ക് തോന്നി. വഴിവിട്ട് LDF ലീഗിനെ സഹായിക്കുന്നുണ്ട്, മലപ്പുറത്ത് ചില പ്രശ്നങ്ങൾ എടുത്തിട്ടൊക്കെ. അപ്പം അത് LDF-ന് ഒരു ചീത്ത പേരാണ്. അത് വരാൻ പാടില്ല. ലീഗുമായിട്ട് സഖ്യം പാടില്ല. ലീഗുമായിട്ട് അവർ എടുത്തിരിക്കുന്ന നിലപാടനുസരിച്ച് അവരുമായിട്ട് സഖ്യത്തിന് പോകാൻ പറ്റില്ല. ലീഗ് മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോ? അവർ മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയൊന്നുമല്ല. അവർ തലമേന ഒരു മെച്ചപ്പെട്ട മതേതര പാർട്ടിയാണ്. CPIക്ക് അവരുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ട് ലീഗിന്.
അതുകൊണ്ട് ഞങ്ങൾക്കറിയാം അവർ അങ്ങനെ ഒരു മോശം ലീഗ് വന്നാലും കുഴപ്പമില്ലെന്നുള്ള അഭിപ്രായം സി പി ഐക്കുണ്ടോ? ഇല്ല വരുന്നെങ്കിൽ ഇപ്പോൾ എന്താ എൽ ഡി എഫിൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ ഇത് എൽ ഡി എഫ് ആരെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എൽ ഡി എഫിൽ ചേരണമെങ്കിൽ ആർക്കും വരാമല്ലോ. ഘടകകക്ഷിയായിട്ട് വരുന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ളതാണ്. ഘടകകക്ഷികളായിട്ട് വരണമെങ്കിൽ ആലോചിച്ച് ചർച്ച ചെയ്യും. പക്ഷെ മുമ്പ് VS ഉൾപ്പെടെയുള്ളവർ അതിനെ എതിർത്തിരുന്നു. അതെ, VSൻ്റെ കാലം കഴിഞ്ഞല്ലോ, രാഷ്ട്രീയം ആ കാലഘട്ടവും കഴിഞ്ഞു. ഇത് പുതിയ കാലഘട്ടം, പുതിയ നേതാക്കന്മാരാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞു, ഇത്തവണ ഈ ഇടത് കോട്ടകളിൽ മറ്റ് BJP അടക്കമുള്ള കക്ഷികൾക്ക് ഒരു കുതിച്ചുകയറ്റം ഉണ്ടായതിൻ്റെ പ്രധാന കാരണം ഈ മുസ്ലിം ലീഗിനോടുള്ള പ്രീണനം, അല്ലെങ്കിൽ സമുദായപരമായിട്ട് അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തെ കൂടെയുള്ള പ്രീണന നയമാണ്, ഈഴവ സമുദായത്തെ ചവിട്ടിത്താക്കുന്ന അവഗണിക്കുന്ന നയവുമാണെന്ന് പറഞ്ഞു. എന്ത് പറയുന്നു? അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാൾ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു ജാതിയെ പ്രീണിപ്പിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ ജാതി വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ ഒരു മഹാപാപമാണ്. അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ സമുദായത്തിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിന് പറഞ്ഞൂടെ ഈ കാലാകാലങ്ങളിലെ ഉണ്ടാകുന്ന അവഗണനയ്ക്കെതിരെ അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവഗണനയ്ക്കെതിരെ പറയുന്നതും അതിലൊരു ന്യായത്തിൻ്റെ അംശമില്ലേ? വേറില്ല. ഞങ്ങൾക്ക് ഈ ലീഗിനെ മുസ്ലിം വിഭാഗത്തെ അനുകൂലിക്കുന്നു എന്ന ഒരു ചാർജ് ഷീറ്റ് കൊണ്ടുവരുന്നത് SNDP യോഗത്തിൻ്റെ നയത്തിന് പറ്റിയതല്ല. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യം തന്നെ ചർച്ച ചെയ്തപ്പോഴടക്കം ന്യൂനപക്ഷ പ്രീണനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളൊരു പ്രചാരണം വളരെ ശക്തമായിരുന്നു. അല്ല, പൗരത്വ ഭേദഗതി നിയമത്തിന് ഞങ്ങൾ ഇടതുപക്ഷങ്ങൾ എതിരാണ്. പക്ഷേ എന്നാലും കേരളത്തിലെ സർക്കാർ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന് മുൻതൂക്കം നൽകുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. അത് ഒരു പരിധിവരെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അല്ല, ഈ പൗരത്വ ഭേദഗതി നിയമത്തെ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ ഇന്ത്യയിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ല, നിയമം നടപ്പിലാക്കാതിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പർവ്യൂവിൽ വരുന്ന കാര്യമേ അല്ല. അത് വെറുതെ പറയാമെന്നുള്ളതേ ഉള്ളൂ. അല്ല, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതൊന്നും കേരള സർക്കാർ അല്ലല്ലോ. അല്ല, അതൊരു വോട്ട് ബാങ്കിനെ ആകർഷിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു എന്നായിരുന്നു വിമർശനം. വോട്ട് ബാങ്ക് അല്ല, ഇത് എക്സിക്യൂട്ടീവ് ചെയ്യണമല്ലോ. ഇവിടെ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയാൽ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കാര്യത്തിലാണ് പിണറായി പറഞ്ഞാൽ ഇവിടെ പറ്റില്ല എന്ന്. ആ നിലപാടിൽ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഒരു ന്യൂനപക്ഷ പ്രീണനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെന്ന് വിമർശനമുണ്ട്. അത് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മൗലികമായ അവകാശമാണ്. അവർ ആ താല്പര്യം ആര് സംരക്ഷിക്കും? അപ്പോൾ ഇതെന്നും ഈ വിഭാഗത്തിൻ്റെ അസംഘടിതരും അവഗണിക്കപ്പെട്ടവരും പിന്നോക്കക്കാരും അങ്ങനെ കിടക്കുന്ന ആളുകളുടെ അവകാശ സമരങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നും നിന്നിട്ടുള്ളത്, സവർണരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം വളരെ ദീർഘകാലമായിട്ട് നിൽക്കുന്ന സമുദായങ്ങളെ അവഗണിച്ചിട്ട് മറുപക്ഷത്തെ പീഡനം നടത്തുന്നില്ല. അവഗണിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ലേ? അത് മറ്റുള്ളവർ ചോദിക്കില്ലേ ഈഴവൻ എങ്ങനെ മുഖ്യമന്ത്രിയായെന്ന്? ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെക്കുറിച്ചാണ് പറയുന്നത്. സമീപനമല്ല, ഈ രാജേഷ് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റാണ്. അതെ, അദ്ദേഹം എങ്ങനെ പറയുന്നു? അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളായിട്ട് മുഖ്യമന്ത്രിയെ ഒരു വശത്തിരുത്തി, പിണറായി വിജയനെ അപ്പുറത്തിരുത്തി, പിന്നെ വെള്ളാപ്പള്ളിയുടെ ഇതാണ് നവോത്ഥാനം എന്നെല്ലാം പറഞ്ഞ ഘോഷിച്ച വെള്ളാപ്പള്ളിക്ക് എങ്ങനെ അത് പറയാൻ തോന്നും? എങ്ങനെ അത് പറഞ്ഞു? എന്താ കാരണം? അനുഭവം എന്താനുഭവമാണ്? അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ചെറിയൊരു സംഭവം വന്നുകൊണ്ട് ആകെ തകിടം മറിയുന്നൊരു അഭിപ്രായം പരിണിതപ്രജ്ഞരായ ആളുകളാരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞതെന്നും എനിക്കറിയില്ല. അദ്ദേഹം അത് പറഞ്ഞോന്ന് തന്നെ എനിക്കറിയില്ല. ഇങ്ങനെ ഒരു വാർത്ത വന്നു, അത്രേ ഉള്ളൂ. അതിലിപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തന ശൈലി അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി ഇതൊക്കെ പുനഃപരിശോധിക്കേണ്ടതല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്നുള്ള നിലയിൽ? തീർച്ചയായിട്ടും ഞാൻ അതിന് 100% ഞാൻ യോജിക്കുന്നവനാണ്. ആൾക്കാരോടുള്ള സമീപനം, അതിലെ ആളുകളുള്ള സമീപനങ്ങൾ, ഈ സ്വകാര്യ സമ്പത്തിന് വേണ്ടിയുള്ള ആർത്തി, ബന്ധുക്കളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള
സമീപനം അതെല്ലാം അന്യവർഗ ചിന്താഗതി എന്നുള്ള പേരിലാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉണ്ണിരാജയും പി ആർ നമ്പ്യാരല്ല. ഇപ്പോൾ അന്യവർഗ ചിന്താഗതിക്കാരുടെ ഒരു കൂട്ടമാണ് എല്ലായിടത്തും കാണുന്നത്. ഈ താല്പര്യങ്ങളെല്ലാം സ്വന്തം താല്പര്യത്തിനപ്പുറത്ത് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും താല്പര്യം കാണണമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. ആ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും കാലം കഴിഞ്ഞു എന്ന് വേണേൽ പറയാം അല്ലേ? ആ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ വളരെ അപൂർവമായിട്ട് ഇപ്പോഴും ഉണ്ട്. കാലം കഴിഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങളിപ്പോഴും അന്വേഷിക്കുകയാണ്. ആ ഒരു കാലം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. ഇത് കുറച്ച് ഈ ബൂർഷ്വാ വ്യവസ്ഥയിൽ എല്ലാ സുഖസൗകര്യങ്ങളും കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ചിലപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ 10-30 കൊല്ലം കല്ലെറിയാനും സമരം ചെയ്യാനും ബുള്ളറ്റിൻ്റെ ഇത് പറക്കാനും എല്ലാം നടന്ന് സമരം ചെയ്ത് ഞാൻ ഒരു ദിവസം സെക്രട്ടേറിയറ്റിനകത്ത് മന്ത്രിയായിട്ട് കയറിയപ്പോൾ ഞാൻ തന്നെ അമ്പലത്തിൽ പോയി എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരും വന്ന് സാറെന്ന് വിളിക്കുക. ചെരുപ്പ് വരെ അവരുടേതാണ്. എന്തും ചെയ്യും അവർ. എൻ്റെ വീട്ടിൽ വല്ല കാര്യങ്ങൾ ചെയ്യും, അടുക്കള കാര്യങ്ങൾ നോക്കും, എൻ്റെ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കും. ഇതെല്ലാം IASകാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു വലിയ സംഘം, അതിൻ്റെ പേരാണ് ഒരു ഉപജാപ സംഘം, അധികാരിയെ കൈക്കലാക്കും. ആ പ്രലോഭനത്തിൽ പലരും മുങ്ങിപ്പോകുമല്ലേ? വളരെ പാടാ അത് ചേർത്ത്. മുങ്ങിയിട്ടുണ്ടോ? ഞാൻ മുങ്ങില്ലല്ലോ. ഇല്ല. ഞാൻ മുങ്ങുമെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കില്ലല്ലോ. ഞാനൊരു പക്ഷേ പലരും മുങ്ങുന്നുണ്ട്. എനിക്കറിയാം. പലരും ഞങ്ങളുടെ മന്ത്രിസഭയിൽ അങ്ങനെ മുങ്ങിയവരാരുമില്ല. VSൻ്റെ മന്ത്രിസഭയിൽ അങ്ങനെ ഒരു കാര്യം VS അത് അനുവദിക്കില്ല. ചെറിയൊരു ചീറ്റപ്പേരുണ്ടെങ്കിൽ VS അടുത്ത ക്യാബിനറ്റിൽ പറയും. CDയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മന്ത്രിസഭയിൽ തുടരാൻ പറ്റില്ല. മുഖത്ത് നോക്കി അങ്ങനെയാണല്ലേ ഈ PJ ജോസഫിനെയൊക്കെ എടുത്ത് ദൂരം കളഞ്ഞത്. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അങ്ങനെയില്ല. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മന്ത്രിസഭാ കാര്യങ്ങൾ ഇവിടെ പുറത്തു പറയാൻ പാടില്ല. തമിഴ്നാട്ടിൽ നിന്നും CPIക്ക് 2 സീറ്റ് ലഭിച്ചു. അവിടുത്തെ തമിഴ് പത്രങ്ങളിൽ വന്നിരുന്ന ഒരു വാർത്ത, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ വേളയിലൊക്കെ വന്നിരുന്ന ഒരു വാർത്ത, ആ 2 സീറ്റിൽ ഒന്നിൽ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജ മത്സരിക്കാൻ ആഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ വല്ലതും കേട്ടിരുന്നു? ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതാഗ്രഹിക്കാം. എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് എനിക്ക് ആഗ്രഹിച്ചൂടെ? അതിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെ തമിഴ്നാട്ടിൽ ഈ പാർലമെൻറ്റിൽ മത്സരിക്കേണ്ട ആരെന്ന് തീരുമാനിക്കുന്നുണ്ട്. അവസാന തീരുമാനം സ്റ്റേറ്റ് ലീഡർഷിപ്പാണ്. സ്റ്റേറ്റ് ലീഡർഷിപ്പ് തീരുമാനിച്ച് കേന്ദ്രത്തെ അറിയിക്കും, നാഷണൽ ലീഡർഷിപ്പിനെ അറിയിക്കും. ഞങ്ങളുടെ കാൻഡിഡേറ്റ് ഇന്ന ആളിലാണ്, ഇവരെ അംഗീകരിക്കണം. നാഷണൽ കൗൺസിൽ കൂടി അത് അംഗീകരിക്കും. അതാണ് നടപടിക്രമം. പാർട്ടി ദേശീയ നേതൃത്വമല്ല. അല്ലല്ല, ദേശീയ നേതൃത്വത്തിന് അങ്ങനെ ഇടപെടാനുള്ള യാതൊരു അവകാശമില്ല. ഇല്ല. ഇപ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥി സീറ്റിലേക്ക് CPIക്ക് കിട്ടിയാൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള ആലോചന ഉണ്ടോ, നടക്കുന്നുണ്ടോ? ഇപ്പം അങ്ങനെ ഒരു ആലോചന ഒന്നുമില്ല. അത് സ്വാഭാവിക സീറ്റ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ആണ്. അല്ല, ബിനോയ് വിശ്വം കുറച്ച് ദേശീയ നിലവാരത്തിലൊക്കെ പ്രവർത്തിക്കുകയും അതിനുള്ള കഴിവെല്ലാം ഉള്ള ഒരാളാണ്. ചെറുപ്പമാണ്. ചെറുപ്പമെന്ന് വെച്ചാൽ എന്നെക്കാളും ചെറുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ബിനോയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നാഷണൽ ലെവലിൽ CPIക്ക് കൊണ്ടുവരണമെന്ന് എവിടെയെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു രാജ്യവ്യാപകമായ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു വലിയ പ്രശ്നമല്ല ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിൽ പോകുക എന്നുള്ളത്. അപ്പോൾ ഒരു രാജ്യസഭാ മെമ്പറായാൽ കുറച്ച് എളുപ്പങ്ങളുണ്ട് അതിനകത്ത്. അതെന്തായാലും പാർട്ടി അവരാണ് തീരുമാനിക്കാനുള്ളത്. ഞാൻ അതിൻ്റെ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല. ഒരു മീഡിയയിലിരുന്നുകൊണ്ട് ഈ എൻ്റെ പാർട്ടിയിൽ ഇന്ന ആളിന് ഇന്നത് കൊടുക്കണമെന്നൊന്നും പറയാനുള്ള വിഡ്ഢിയൊന്നുമല്ല ഞാൻ. ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ കനൽ വഴികളിലെ അത് വായിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാനൻ രാജേന്ദ്രൻ്റെ അകാല വേർപാട്, അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. താങ്കൾ സെക്രട്ടറി ആവേണ്ട ഒരു ഘട്ടത്തിൽ കൺസെൻസസ് കാൻഡിഡേറ്റായിട്ട് പന്നിയൻ രവീന്ദ്രൻ വരുന്നു. താങ്കൾക്ക് കിട്ടേണ്ട അവസരം നഷ്ടമാകുന്നു. പിന്നീട് കാനം വരുന്നു. ഇപ്പോൾ കാലം ഒരുപാട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്നാണ് എൻ്റെ
തോന്നൽ. അതൊരു താങ്കൾക്ക് കിട്ടേണ്ട അവസരം ഒരു ചതിയിലൂടെ തട്ടിപ്പോയി ഇപ്പം ചിന്തിക്കുന്നു. അത് VS പൊതുജീവിതത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്, രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാഭാവികമാണത്. ചിലപ്പോൾ പല ആളുകളും പല അർഹമായ സ്ഥാനങ്ങൾ കിട്ടാതെ നമ്മൾ പ്രതീക്ഷിച്ച പല ആളുകളും ഇല്ലാതെ പോയിട്ടുണ്ട്. അത് ആ സന്ദർഭം വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. ഇത് രാഷ്ട്രീയ എന്ന് പറയുന്നത് അവസരം വരുമ്പോൾ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ പരാജയപ്പെടും, അത്രേ ഉള്ളൂ. അർഹതപ്പെട്ടവരിൽ നിന്ന് അവസരങ്ങൾ ചിലപ്പോഴൊക്കെ അകന്നു പോകും. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പല സ്ഥാനങ്ങളും കൈവിട്ട് പോവും. അത് ചില സാഹചര്യങ്ങളും ചില ബന്ധങ്ങളും ചില പ്രത്യേകതകളൊക്കെയാണ്. എനിക്ക് പിന്നെ എല്ലാവരും പറയുന്നത് ഇപ്പോഴും ഞാൻ അത് അംഗീകരിക്കുന്നത്, ഞാനങ്ങനെ എൻ്റെ ബോഡി ലാംഗ്വേജ് ആർക്കും പിടിക്കുന്നതല്ല, എൻ്റെ അഹങ്കാരവും ആർക്കും പിടിക്കുന്നതല്ല, എൻ്റെ തലക്കണ എനിക്കങ്ങനെ ആളുകളെ സുഖിപ്പിച്ചും സന്തോഷപ്പെടുത്തിയൊന്നും എനിക്ക് ഒരു സ്ഥാനവും ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ താങ്കളുടെ സംഘടനാ ശേഷി വളരെ പ്രധാനമായിരുന്നല്ലോ. അത് സംഘടനാ ശേഷി കൊണ്ട് ആണ് ഞാൻ കയറി വന്നത്. എൻ്റെ സംഘടനാ ശേഷിയുടെ മുമ്പേ ആർക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത്ര ഗ്രാസ് റൂട്ട് ബന്ധം ഉണ്ടായിരുന്നു. അത്ര ഗ്രാസ് റൂട്ട് ബന്ധം അന്നും ഇന്നും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് ആര് വിചാരിച്ചാലും എന്നെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ വലിയൊരു സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ത്രൂ ഔട്ട്. എൻ്റെ ആത്മകഥയിൽ പറയുമ്പോൾ ത്രൂ ഔട്ട് ഞാൻ സ്ട്രഗിളായിരുന്നു. പാർട്ടിയുടെ അകത്തും എനിക്ക് മിത്രങ്ങളെക്കാൾ ശത്രുക്കളുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഞാൻ ക്ലീനാണ് എന്ന അവകാശവാദം എനിക്ക് 5 കൊല്ലം ഞാൻ ഇരുന്നിട്ട് ഒരു മുട്ടുസിയുടെ കാര്യം വരും ആർക്കും പറയാനില്ല. ഇപ്പോൾ എനിക്ക് ശേഷം പല മന്ത്രിമാർ വന്ന്, അനൂപ് ജേക്കബ് വന്ന്, തിലോത്തമൻ വന്നു, ഇപ്പോൾ ഇയാൾ വന്നു, എത്രയോ മന്ത്രിമാർ, 3 മന്ത്രിമാർ വന്നു. എന്നാലും ഞാൻ എൻ്റെ റോള് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഏറെ തിളങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സപ്ലൈകോയിൽ ഒന്നും സാധനങ്ങളില്ല, റേഷൻ കടകളിൽ പോലും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അത് കൂട്ടായി ആലോചിക്കേണ്ടതാണ്. അതൊക്കെ മന്ത്രിസഭയുടെ പ്രശ്നമാണത്. ഒരു മന്ത്രിയുടെ ഒരു വകുപ്പിൻ്റെ കാര്യമല്ല. സപ്ലൈകോയെ സഹായിക്കാനുള്ള പൈസ ധനവകുപ്പിൽ. കേരളത്തിലെ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത് കേരളത്തിലെ സിവിലിയൻസിന് മുഴുവനുള്ള പ്രശ്നമാണ്. ക്യാബിനറ്റ് ഫസ്റ്റ് പ്രിഫറൻസ് അതിനാദ്യം കൊടുക്കണം. ആളുകൾക്ക് ന്യായവിലയ്ക്ക് കൊടുക്കാൻ എത്രയാണ് ഗ്രാൻറ്റ് വേണ്ടത് അത് കൊടുക്കണം. അത് കൊടുക്കുന്നതിൽ എന്താ ഫിനാൻസുകാർ കിടന്ന് ചവിട്ടണത്? പണ്ട് ചവിട്ടിയിട്ടുണ്ട്, അതിൽ നിങ്ങളെല്ലാം വാർത്തയാക്കിയിട്ടുണ്ട്. പണ്ട് ചവിട്ടി അയാളുടെ ഞാൻ പറയുന്നത് നടക്കില്ല, ഇത് ആരുടെയും തറവാട്ട് സ്വത്തല്ല. പാവപ്പെട്ട ആളുകൾക്ക് കിറ്റ് കൊടുക്കണം, 2 രൂപയ്ക്ക് അരി കൊടുക്കണം. അതൊക്കെ എൻ്റെ പ്രപ്പോസൽ വയ്ക്കുമ്പോൾ അതിവിടെ ഫിനാൻസ് അനുവദിക്കില്ല എന്നാണ്. ഫിനാൻസ് ആരാണ്? കൊമ്പുണ്ട എന്ന് ഞാൻ ചോദിച്ചിട്ട് ഇപ്പോഴും അദ്ദേഹം എന്നെ കാണുമ്പോൾ ചോദിച്ചാൽ എനിക്ക് 2 കൊമ്പുണ്ട് അദ്ദേഹം പറഞ്ഞു. അതിനൊക്കെ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? ഇപ്പോൾ ഇത് ആരെങ്കിലും ഒരു ആളിൻ്റെ തലയിൽ കെട്ടി വയ്ക്കണം എന്തിനാണ്? ഒരു വകുപ്പ് ഒരു മന്ത്രി എടുത്ത് തന്നെ അയാളുടെ കുഴപ്പമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കളക്റ്റീവ് ലീഡർഷിപ്പിൽ മന്ത്രിസഭ സിവിൽ സപ്ലൈസ് പുനഃസംഘടിപ്പിക്കണം, അവർക്ക് ആവശ്യമായ കാശ് കൊടുക്കണം, ആളുകൾക്ക് സൗജന്യമായിട്ട് റേഷൻ കൊടുക്കാനുള്ളതാണ്, വില കുറച്ച് കൊടുക്കാനുള്ളത്. അതല്ലേ ആദ്യത്തെ പരിഗണന. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് വന്ന തിരിച്ചടികളിൽ ഒന്ന് അതാണ്. അതെ. അല്ല, ഈ തിരുത്തുമെന്ന് എല്ലാവരും പറയുന്നത് എന്ത് തിരുത്തലായിരിക്കും വരിക? മന്ത്രിസഭ അഴിച്ചു പണിയൂ? മന്ത്രിസഭയുടെ ടോട്ടൽ പ്രവർത്തന ശൈലി മാറ്റണം. അത് മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ശുപാർശകളുണ്ട്, എന്താ നടപ്പിലാക്കാത്തത്? എത്ര DGPമാരാണ് ഇവിടെ ഉള്ളത്? എന്തിനാണ് ഇത്രയും അധികം DGPമാർ? അവർക്ക് എന്ത് ജോലിയാണ് ഉള്ളത്? മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എത്രയാണ് ഉള്ളത്? എന്നിട്ടിവിടെ ലാൻഡ് ഓർഡർ നോക്കുന്ന വല്ല കുഴപ്പം വന്നാൽ പിണറായി വിജയനെ പിടിച്ചോ എന്ന് പറയേണ്ട കാര്യം എന്താ? DGPമാരുടെ ജോലികൾ എന്താണ്? ലാൻഡ് ഓർഡർ കൊടുത്താൽ അയാൾ ആ ജോലി ചെയ്യണം, സ്ഥിതിലകേള മാറ്റണം. അതുപോലെ ഓരോ ക്രൈംബ്രാഞ്ച് പിന്നെ അതിന് DGP, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ അതിന് DGP, എല്ലാത്തിനും DGP, 6 or 7 DGP. അതുപോലെ റിട്ടയർ ചെയ്ത ആൾക്കാരെ വീണ്ടും നിയമിക്കുക. DGP ആണെങ്കിലും റിട്ടയർമെൻറ്റ് മാറ്റി കൊടുക്കുക, പാവപ്പെട്ട സർക്കാർ ജീവനക്കാരെ ഉടനെ വെളിയിലാക്കുക.
ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ റിട്ടയർമെൻറ്റ് അതിലൊക്കെ മാറ്റം വരണം. അതിലൊക്കെ അങ്ങനെ ആവശ്യമില്ലാത്ത ആളുകളെ ഒന്നും വെക്കുന്നത് വേണോ വേണ്ടെന്നൊക്കെ ക്യാബിനറ്റ് തീരുമാനമാണ്. അതിപ്പോൾ അല്ല, ഇപ്പോൾ ടോട്ടൽ പ്രവർത്തന ശൈലി മാറ്റണമെന്ന് പറയുമ്പോൾ മന്ത്രിമാരുടെ അടക്കം മാറ്റണമെന്നില്ലേ? മന്ത്രിമാരും അത് പരിശോധിക്കണം, മുഖ്യമന്ത്രി പരിശോധിക്കണം മന്ത്രിമാരുടെ പെർഫോമൻസ് എന്താണെന്ന്. ഇപ്പോൾ ഇന്നലെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ക്യാബിനറ്റിനകത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില വകുപ്പുകളിൽ ചില മന്ത്രിമാർ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ജനങ്ങളിൽ ഇടപെടണം എന്ന് പറയേണ്ടതും അവരെ നയിക്കേണ്ടതെല്ലാം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് അതെല്ലാം നിയന്ത്രിക്കാൻ. പക്ഷേ സർക്കാരിൽ പാർട്ടികൾക്കൊരു കടിഞ്ഞാൻ വേണ്ടേ? പാർട്ടി എന്ന് പറയുമ്പോൾ പ്രധാന പാർട്ടി ഇല്ല, മന്ത്രിമാർ പാർട്ടിക്കൊരു നിയന്ത്രണം വേണം. അത് പാർട്ടിയുടെ നയമല്ലേ? ഇടതുമുന്നണിയുടെ നയമാണല്ലോ സർക്കാർ നടപ്പിലാക്കേണ്ടത്. ഞാനൊരു കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് LDF ആണ്. അതൊരു രാഷ്ട്രീയ സംവിധാനമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം തീരുമാനിക്കുന്നത് LDF ആണ്. മാനിഫെസ്റ്റോ തീരുമാനിക്കുന്നത് LDF ആണ്. നയപരമായ കാര്യങ്ങളിൽ LDF ആണ് ഇടപെടുന്നത്. ഫോർ എക്സാമ്പിൾ എക്സൈസ് മദ്യനയം എന്തായിരിക്കണം, അത് പലതവണ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഗുരുദാസൻ കൊണ്ടുവന്നിട്ടുണ്ട്. പലതവണ ക്യാബിനറ്റ് കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് മാറ്റിവെച്ച് ഭേദഗതി നടത്തി അവസാനമാണ് അതൊരു നയമായി പ്രഖ്യാപിക്കണം. ഇപ്പം തീരുമാനങ്ങൾ LDF അറിയുന്നുണ്ടോ? അതാണ് ആ LDFനെ കുറിച്ചിട്ട് എനിക്ക് ഉള്ള സംശയം. ഇതെല്ലാം LDF എന്തുകൊണ്ട് ഗവൺമെൻറ് നടപടിക്രമങ്ങളെ നിയന്ത്രിക്കുന്നില്ല? അത് ചർച്ച ചെയ്യണ്ടേ? അവർ രാഷ്ട്രീയമായിരുന്നല്ലേ. ഇപ്പോൾ എന്നെ മന്ത്രിയാക്കിയത് എൻ്റെ പാർട്ടിയാണ്, അല്ലാതെ വഴിയെ പോകണമല്ല. അപ്പോൾ പാർട്ടിയാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്. അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലിപ്പം. അന്നൊരു നിയന്ത്രണം കൂട്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയില്ല. ഇപ്പം തന്നെ തെക്കൻ തിരുവിതാംകൂർ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം പോയി, കൊല്ലം പോയി, ആലപ്പുഴയും പോയി, പുന്നപ്ര വയലാർ പാരമ്പര്യമുള്ള ആലപ്പുഴ അടക്കം പോകുന്നു. എങ്ങനെയാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരുന്നത്? കൊല്ലത്ത് പ്രേമചന്ദ്രനെ തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. RSP ഈ പാർട്ടി നിർത്തേണ്ടിയിരുന്നതല്ലേ? ഈ മുന്നണി നിർത്തേണ്ടിയിരുന്നതല്ലേ? ഞങ്ങളുടെ പ്രേമചന്ദ്രൻ അസീസും കൂടി AK സെന്നിൽ ഇറങ്ങിപ്പോയപ്പോൾ പുറകെ പോയി വിളിച്ച ഒരുത്ത ഞാനാണ്. ഞാൻ പ്രേമനോട് നീ പോകരുത്, ഇത് മോശമാണത്. ഇല്ല അണ്ണാ ഞാൻ പോകും, എനിക്ക് ഇത് പറ്റില്ല. എനിക്ക് അയാൾ വളരെ ഊണ്ടൻ ആയിട്ട് പോയതാണ്. അസീസും അതുപോലെ തന്നെ പോയതാണ്. പോകാൻ പാടില്ലായിരുന്നു. അവരിതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരെ ആ തെറ്റ് തിരുത്തി തിരിച്ചു കൊണ്ടുവരണ്ടേ? തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. അന്നും ഇന്നും CPIയുടെ അഭിപ്രായം RSPയെ കൂടെ LDFിൽ കൊണ്ടുവരേണ്ടതാണ്. വേറെ ആളിനെ നോക്കി പോയിട്ട് കാര്യമില്ല. RSP ഇന്ത്യയിലെ ഒരു ലെഫ്റ്റ് പാർട്ടിയും കേരളത്തിലെ വളരെ ചരിത്രമുള്ള ഒരു വിപ്ലവ പാർട്ടിയാണത്. അതൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ പാരമ്പര്യമുള്ളൊരു പാർട്ടിയുടെ ഒരു പങ്കാളിത്തം വേണമെന്ന് പറയുന്നത് ന്യായമായിട്ട് ആ നിർഭാഗ്യകരമായ സംഭവത്തിൽ അയാൾ നേരെ പോയി UDFിലേക്ക് അങ്ങ് ചേർന്നു. ഇനിയിപ്പോൾ UDFിൽ നിന്ന് അത് തിരിച്ചു വരുന്ന കാര്യം പല സന്ദർഭങ്ങളിലും പ്രേമചന്ദ്രൻ ഇത് കാണും. പ്രേമചന്ദ്രനായിട്ട് ഞാൻ പങ്കുവെച്ച് ഞാൻ പ്രേമ അത് പുള്ളി വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച് നമുക്ക് രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് അദ്ദേഹം തിരുത്താൻ തയ്യാറല്ല. അത് വ്യക്തിപരമായ കാര്യം. പക്ഷേ പാർട്ടി എന്ന് പറയുന്നത് RSP LDFിൻ്റെ ഭാഗമല്ല. LDF ആരുടെയെങ്കിലും കമ്പനിയാണോ? ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് നിനക്ക് വരാം. അന്നേരം അടിമുടി തിരുത്തൽ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിനക്ക് വരാം, നീ വരണമെന്ന് പലപ്പോഴും പറഞ്ഞു. അപ്പോഴേ ഇതിനകത്ത് മുന്നണിയും സർക്കാരും തിരുത്തണം എന്നുള്ളതാണ്. മുന്നണി കൂടുതൽ ശക്തമാവണം. ശക്തം ചെയ്തെങ്കിൽ ഘടകകക്ഷികളെ ചേർത്തല്ല. നിലവിലുള്ള മുന്നണിയുടെ ഫങ്ഷനിങ്, LDFിൻ്റെ പ്രവർത്തനങ്ങൾ, LDFിൻ്റെ നിയന്ത്രണം, LDF ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള ഗൈഡ് ലൈൻ കൊടുക്കുന്നൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് എന്ന് പറയണം. ആ രീതിയിൽ അത് മാറണം. ഗവൺമെൻറ്റിനകത്ത് മാറ്റമാണ്. ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കണം. അതായത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ LDFിന് തീർച്ചയായിട്ടും ഗവൺമെൻറ് നയങ്ങൾ പറയാനുള്ള അവകാശം LDFിനാണ്.
അപ്പോൾ മദ്യനയം പറയാനുള്ള ഈ വഴിയെ പോണവരെന്ന് പറയാനുണ്ട് മദ്യനയം പറയേണ്ടത് LDF ആണ്. LDF അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന നയം നടപ്പിലാക്കുക, അതേ ഉള്ളൂ. LDF ആണ് വോട്ട് പിടിച്ചത്, LDFനാണ് ആളിൽ വോട്ട് ചെയ്തത്. അപ്പോൾ ആ നിലയിൽ ഞാനിപ്പോഴും എന്നും പറയുന്നത് LDF വളരെ ശക്തമായി ഇടപെട്ടാൽ, പ്രവർത്തിച്ചാൽ ഇന്ന് കാണുന്ന ജനങ്ങളുടെ പരാതിയെല്ലാം. കൺവീനർ തന്നെ പക്ഷേ വിവാദ പുരുഷനായി മാറിയല്ലോ. അത് ആ കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എൻ്റെ അഭിപ്രായം LDF ആണ്. അല്ലെ കൺവീനർ ആരാണെന്നൊക്കെ തീരുമാനിക്കേണ്ടവർ അവർ തീരുമാനിക്കട്ടെ. എപ്പോഴും ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ എൻ്റെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോഴും ഞാൻ LDFിലാണ് അത് തീരുമാനമെടുത്തത്. ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു വെറ്റിനറി യൂണിവേഴ്സിറ്റി ഒരു കാരണവശാലും അംഗീകരിക്കില്ല, തരില്ല, അതൊരു വെള്ളാനയാണെന്നെല്ലാം പറഞ്ഞു. ഒരു നിവൃത്തിയിൽ ഞങ്ങൾ ഒരുപാട് തമ്മിൽ തളിച്ചിട്ട് അവസാനം LDF കൊണ്ടുവന്നു. LDF ചർച്ച ചെയ്ത് അംഗീകരിച്ചു. നടപടികൾ പെട്ടെന്നായി. അപ്പോൾ അത് വേണം. LDF ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ വകുപ്പിൽ കിട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും LDF അംഗീകരിച്ചതാണ്. ആ രീതിയിലുള്ളൊരു മാറ്റമാണ് വേണ്ടത്. ആ മാറ്റമാണ് വേണ്ടത്. അപ്പോൾ വളരെ നന്ദി. നമസ്കാരം.